അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്തയാണ്. ഇതുപോലുള്ള എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാടിനെ നടുക്കിയ, ഒരു നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തിയ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ നാട് മൊത്തം ഇപ്പോൾ മൗനത്തിലാണ്. 18ഉം 20ഉം വയസ്സുള്ള 2 മക്കളുടെ മരണം. ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ഇതുപോലുള്ള വാർത്തകളിലൂടെ ഒരുപാട് കുടുംബത്തിൻ്റെ വേദനയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഒരുപാട് മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും നമുക്കിതിലൂടെ ദുആ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ 2 മക്കളാണ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുമരം പുത്തൂർ ചുങ്കം മഹലിലെ ദീർഘകാല സേവനത്തിന് ശേഷം നിലവിൽ അരിയൂർ മഹൽ ഖത്തീബായി സേവനമനുഷ്ഠിക്കുന്ന സുലൈമാൻ ഫൈസിയുടെ മൂത്ത മകൻ റബീഹാണ് മരണപ്പെട്ടിരിക്കുന്നത്. 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്രതീക്ഷിതമായ മരണം, പെട്ടെന്നെല്ലാവരും സ്റ്റക്കായിപ്പോയ മരണം, ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു രോഗമോ ഒരു ആരോഗ്യ പ്രശ്നമോ ഒന്നും തന്നെയില്ല. പെട്ടെന്ന് കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടത്. എത്രയെത്ര മക്കളാണ് ഇതുപോലെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്നത്. പണ്ടൊക്കെ പ്രായമായവരിൽ മാത്രം കണ്ടുവരുന്ന അറ്റാക്ക് പോലുള്ള മരണം ഇന്ന് ചെറിയ മക്കളിലാണ് കാണുന്നത്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. റബീൻ്റെ ഈ ഒരു അപ്രതീക്ഷിതമായ മരണം ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. ആ നാട് തന്നെ നടുക്കത്തിലാണ് ആ മോൻ്റെ മരണത്തിൽ. സുലൈമാൻ ഫൈസി കമറുനിസ ദമ്പതികളുടെ മകനാണ് റബീഹ്. ദീർഘകാലം കുമരം പുത്തൂർ ചുങ്കം മഹലിൽ സേവനം ചെയ്തിരുന്നതിനാൽ അവിടെയുള്ള പ്രദേശവാസികളുമായി നല്ല അടുത്ത ബന്ധമായിരുന്നു. ആ ഒരു വിയോഗ വാർത്ത അവിടെയുള്ള നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വലിയൊരു ആഘാതമായി. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. 18 വയസ്സുകാരനായ ഈ ഒരു മോന് മരണപ്പെട്ടിരിക്കുന്നത് ബൈക്ക് അപകടത്തിലാണ്. എത്രയെത്ര മക്കളാണ് ഇന്ന് റോഡിൽ പൊലിഞ്ഞു പോകുന്നത്. അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ധൃതിയിൽ ഇങ്ങനെ പായുകയാണ് നമ്മുടെ മക്കൾ. ഈ അടുത്തായിട്ട് തന്നെ ഒരുപാട് അപകട മരണങ്ങൾ ഉണ്ടായി. 18ഉം 20ഉം വയസ്സുള്ളത്. ലൈസൻസ് പോലും ലഭിച്ചിട്ടുണ്ടാവില്ല ചില മക്കൾക്ക്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ലൈസൻസ് ഇല്ലാതെ നമ്മുടെ ഒരു മക്കൾക്കും വണ്ടി കൊടുക്കല്ലേ. നിങ്ങളായിരിക്കും അവസാനം കൊടുങ്ങുക, അവസാനം കരയേണ്ടി വരും. നമ്മളറിയാതെ അവർ ചെയ്യുന്നതാണെന്നറിയാം. നമ്മളോട് ചോദിക്കാതെ തന്നെയാണ് അവരെല്ലാം ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഈ ഒരു ചുറുചുറുപ്പുള്ള ഈ ഒരു പ്രായത്തിൽ അവരുടെ മേൽക്ക് നമ്മുടെ 2 കണ്ണും വേണം. പ്രിയപ്പെട്ടവരെ, പിടിച്ചാൽ കിട്ടാത്ത പ്രായമാണ്, പറഞ്ഞാൽ കേൾക്കാത്ത പ്രായമാണ്. നമ്മുടെ ശ്രമം, നമ്മൾ മാതാപിതാക്കളുടെ ശക്തമായ ആ ഒരു ശ്രമം, അവരെന്ത് പറഞ്ഞിട്ട് കേൾക്കാത്ത മക്കളായാലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം അവരത് കേൾക്കും. നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണെന്നേ നമ്മുടെയൊക്കെ ഒരു നോട്ടത്തിൻ്റെ കുറവാണ്. ശരിയാകും. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ. നല്ല സ്വൈല്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. കണ്ണാപുരം യോഗശാലയ്ക്ക് സമീപം താമസിക്കുന്ന മുല്ലാലി ഇസ്മായിൽ ഖാൻ്റെ മകൾ ഫാഹിമ എന്നിവരുടെ മകൻ മുഹമ്മദ് ആദിൽ ND ആണ് മരണപ്പെട്ടിരിക്കുന്നത്. 18 വയസ്സാണ് പ്രായം. ജീവിതം എന്തെന്നറിയുന്നതിന് മുമ്പേ ഇന്ന് നമ്മുടെ മക്കളൊക്കെ നമ്മളെ വിട്ടുപോവുകയാണ്. നാളെ നമുക്ക് കഫപ്പുടവ അണിയിക്കേണ്ട മക്കൾ നേരത്തെ കാലത്ത് അങ്ങ് പോവുകയാണ്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. ആരും മുഷിപ്പ് തോന്നരുത്. എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ പടച്ച റബ്ബ് കൊണ്ടുപോകാതിരിക്കട്ടെ. മാതാപിതാക്കളായ ഞങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരട്ടെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, മുഹമ്മദ് ആദിൽ റബീഹ് എന്ന ഈ പൊന്നു മക്കൾ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നു മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ആ മക്കളെ നീ കാക്കണേ റബ്ബേ. മഹഫിറത്തും മറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാവുന്നതാണ് റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. പൊന്നു മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ.
നമ്മുടെ മക്കളെയൊക്കെ നീ നല്ല മക്കളാക്കി തരണേ റബ്ബേ, സ്വാലിഹ്യങ്ങളാക്കി തരണേ റബ്ബേ, സ്വാലിഹത്താക്കി തരണേ റബ്ബേ. പുറത്ത് റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പുറത്ത് റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.